ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റീമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പാൻറ്റ് കൺവേർട്ട് ചെയ്യണത് തന്നെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇന്ന് പാൻറ്റിനെ ബാഗാക്കിയിട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലൊരു പാൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് പാൻറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അരപ്പട്ട നമുക്കൊന്ന് അഴിച്ചെടുക്കണം. അരപ്പട്ടയും സിബും അഴിച്ചെടുക്കണം. പോക്കറ്റുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്, അഴിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് അഴിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. 2 പാൻറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു ഭാഗത്ത് അടിപ്പും കൂടി നമുക്കൊന്ന് അഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അഴിക്കുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അഴിച്ച് ഇതുപോലെ നിവർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിപ്പ് അവിടേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ സെൻറ്ററിലൊരു അടിപ്പ് കണ്ടില്ലേ, അതിനെ നടുക്ക് കിട്ടുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ 2 സൈഡിലേക്കും അളവെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അളവ് ഞാൻ കാണിക്കാതിരുന്നത്. മാക്സിമം കിട്ടണത് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ അടിപ്പും കൂടി ഞാൻ അഴിച്ചെടുക്കേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇറക്കം കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അഴിച്ചെടുത്തത്. അതിന് ശേഷം ആ ഒരു ഭാഗം 2ആക്കി മടക്കിയിട്ട് 3.25 ഇഞ്ച് അളവിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പീസ് വെച്ച് നല്ല വശത്ത് പീസ് വെച്ച് അടിച്ചിട്ട് മറച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുന്ന സമയത്ത് ഒരു വള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പട്ടയുടെ അവിടെ നിന്ന് അഴിച്ചെടുത്ത പീസാണ് വള്ളിയായിട്ട് കൊടുക്കണേ. ആ വള്ളി വെക്കേണ്ട സ്ഥലമാണ് ഞാൻ 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കണ്ടില്ലേ. വള്ളി 3.25ൻ്റെ ഇപ്പുറത്താണ്, പുറത്തേക്കായിട്ടാണ് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരുമിച്ച് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട. രണ്ടൊന്ന് പ്രസ് ചെയ്തടിച്ചിട്ട് ഉള്ളിലേക്ക് ആ നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച ആ ഒരു പീസ് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ അടുപ്പ് അവിടെ സ്റ്റിച്ച് പിടിച്ചില്ലായിരുന്നു കേട്ടോ. അതാണ് രണ്ടാമത് അടിച്ചത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് തിരിച്ചടിക്കേണ്ടത്. അതിനുശേഷം ബാക്കിലെ ഒരു പീസും കൂടി ഉണ്ടല്ലോ, അവിടെയും 3.25 വെച്ച് മടക്കിയിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്ത വള്ളിയുള്ള അറ്റങ്ങളില്ലേ, 2 വള്ളിയാണ് മറ്റേ പീസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അറ്റം ഇപ്പുറത്തും ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിപ്പാവട പോലെ കട്ട് ചെയ്തിരിക്കുന്ന ആ പീസിൻ്റെ നല്ല വശത്തിനോട് ചേർത്തായിരിക്കണം നമ്മൾ വെക്കുന്ന വള്ളിയുടെ നല്ല വശം വെക്കേണ്ടത്. അപ്പം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന പീസ് പിടിപ്പിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്തടിച്ചിട്ട് ഇതുപോലൊന്ന് മറച്ചടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചും കേട്ട് നമ്മൾ പൊട്ടവശത്ത് നമ്മുടെ ബോഡി ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് കറക്റ്റാണ്. എനിക്ക് ആ വയറിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇത്തിരി ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലായിടത്തും കറക്റ്റ് അളവാണ്. ഒരു 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് പോവുള്ളൂ. അപ്പോൾ അതൊന്ന് ആ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ അടി വരെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ആ സിബ് വെച്ച ഭാഗം ഉണ്ടാവുമല്ലോ പാൻറ്റിൻ്റെ, ആ ഒരു ഭാഗമാണ് നമ്മൾ അടിയിലെ പോർഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഉണ്ടെന്ന് വെച്ചാൽ ഫ്ലിറ്റ് പോലെ ഒരു ഓപ്പൺ ഉണ്ട്, 2 സൈഡിലും ഉണ്ട്. അപ്പോൾ അതിൽ ബാക്കിലെ ഓപ്പൺ ഞാൻ ഒന്ന് അടിച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഈ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളങ്ങനെ അടിച്ച് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ടിലെ ഓപ്പൺ ഞാൻ അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. കണ്ടില്ല ഇതുപോലെ. അപ്പോൾ ഇവിടെയും അടിയിലും ഒരു പീസ് ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് മറച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലും അടിയിലും എക്സ്ട്രാ പീസ് വെക്കാനായിട്ട് നമുക്ക് പട്ടയിൽ തന്നെ പീസ് കിട്ടും കേട്ടോ. വേറെ എങ്ങൊന്നും വേസ്റ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല. പട്ട വെക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് വള്ളിക്ക് മുകളിൽ എക്സ്ട്രാ പീസ് കൊടുക്കാൻ, അടിയിൽ എക്സ്ട്രാ പീസ് കൊടുക്കാനുള്ള പോർഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കം ഒരിത്തിരി കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് എക്സ്ട്രാ പീസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പീസ് കൊടുക്കേണ്ട. ജസ്റ്റ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ അടിയിൽ മടക്കി അടിക്കുന്ന പോലെ മടക്കി അടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇത്തിരി ലെങ്ത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്ട്രാ പീസ് കൊടുത്ത് മടക്കി അടിച്ചത്. അത് മുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കി അടിച്ച അടിപ്പ് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇറക്കത്തിന് വേണ്ടിയാണ് ആ അടിപ്പ് അഴിച്ചിട്ട് വേറെ പീസ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് അടിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റും അതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്കപ്പോൾ ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഇതുപോലെയും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണത് ഇതുപോലെയാണ്, സ്കർട്ടും ടോപ്പായിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ എനിക്ക് സ്കേർട്ടും ടോപ്പാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമായത്. അതാ കണ്ടില്ലേ 2 രീതിയും. പിന്നെ ചുരിദാറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു പാൻറ്റും കൂടി ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ മോളെന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.